ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് സ്പെഷ്യൽ മസാലയിൽ പൊരിച്ചെടുത്ത ഒരു അയല ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊണ്ട് കൊടുക്കണം കേട്ടോ. അതിന് മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സ്പെഷ്യൽ മസാലയും ഫ്രൈയും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. മസാല ഉണ്ടാക്കുക. അതിനായിട്ട് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് വലിയ 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് പെരിഞ്ജീരക പൊടിയാണ്. അര ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയും പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി കുറച്ച് വെള്ളം മതി, ഒരു നുള്ളു വെള്ളം. കാരണം ഈ മസാല പറഞ്ഞാൽ ഒരുപാട് ലൂസ് ആവാൻ പാടില്ല, കുറച്ച് തിക്കിലാണ് ഈ മസാല ആക്കി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിന് ശേഷം കുറച്ചും കൂടി വെള്ളം നോക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. കട്ടി പേസ്റ്റ് പോലെയാണ് നമുക്ക് ഈ മസാല വേണ്ടത്, ഒരുപാട് ലൂസ് ആവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മസാല കിട്ടേണ്ടത് കേട്ടോ. നമുക്ക് ആ മീൻമ പുരട്ടുമ്പോൾ അതുമ്മ പറ്റി പിടിച്ചിരിക്കണം, അത് ഒലിച്ചിറങ്ങി മസാല അതുമെന്ന് ഇറങ്ങി പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം തുള്ളി നോക്കി ഒഴിച്ച് കൊടുക്കാൻ പറഞ്ഞത്. ഇനി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വലിയൊരു അയിലയാണ് കേട്ടോ. 2 പഞ്ഞീന് കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ അയില വരുമ്പോൾ നമുക്ക് ഈ ഒരു അയിലയിൽ ഞാൻ എടുത്തിരിക്കുമ്പോൾ 2 അയിലയ്ക്കുള്ള മസാല നമ്മൾ എടുക്കണം. അപ്പോൾ അത് മസാല കുറച്ച് കൂടുതൽ എടുത്തിട്ട് നമുക്ക് ഫിഷുമ്മ പുരട്ടിയതിന് ശേഷം നമുക്ക് മസാല ബാലൻസ് നമുക്ക് അതിൽ വേണം. അപ്പോൾ നിങ്ങൾ മീൻ എത്ര എടുക്കണോ അതിനനുസരിച്ചിട്ട് മസാല കുറച്ച് കൂടുതലിട്ട് കൊടുക്കുക കേട്ടോ. കാരണം മീനിൽ പുരട്ടിയതിന് ശേഷം നമുക്ക് മസാല കുറച്ച് ബാലൻസ് കിട്ടണം. ആ മസാല കുറച്ച് ബാലൻസ് വെക്കണം. ഇപ്പോൾ ഞാൻ മീനിലെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ഉൾഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് തേക്കണേ. അതേപോലെ ആ തലയുടെ ഭാഗത്ത് എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മീൻ അത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നന്നായിട്ട് അതുമ്പോൾ തന്നെ പിടിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇഷ്ടമെങ്കിൽ എടുത്താൽ മതി. എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് ഫ്രൈ ആണ് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ട് എടുത്തൊന്നുമല്ലോ. ഇനി നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കട്ടിയിലാണ്, അതുകൊണ്ടാണ് പറയുന്നത്, കട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതേപോലെ നന്നായിട്ട് അതുമ്മേ വരണ്ടിരിക്കണം മസാല മീനിൻ്റെ മേലെ കേട്ടോ. അത് ഒലിച്ചിറങ്ങി പോകാനൊന്നും പാടില്ല, കട്ടിയിലിരുന്നാലാണ് ആകുമ്പോൾ മീൻ മസാല പിടിക്കുള്ളൂ. ഇത്രയും മസാല എനിക്ക് ബാക്കി ഇവിടെ കിട്ടിയിട്ടുണ്ട്, അത് ഞാനവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് തന്നെ ഇട്ടിട്ട് നമ്മൾ മസാല ഇതുപോലെ തന്നെ നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഫ്രൈ പാൻ വയ്ക്കാം. അതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ ചെയ്യാൻ കേട്ടോ. അത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ആദ്യം ഫ്ലെയിം ഹൈയിലിടുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ലോലൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഹൈയിലോ മീഡിയത്തിൽ ഇട്ട് കൊടുക്കണ്ട, ലോയിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ മീഡിയത്തിൽ ഇടുകയാണെങ്കിൽ നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം, മാറിപ്പോകാൻ പാടില്ല. ഇത് പെട്ടെന്ന് മസാല നല്ല കട്ടിയുള്ളത്, അപ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് ആ കറക്റ്റ് മൊരിയണം കേട്ടോ. അത് ആ തലയുടെ ഭാഗം എല്ലാം നല്ല ഫ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ ഞാൻ ആ പഞ്ഞീനെ സൈഡിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ തലയുടെ ഭാഗം ആ വാൽഭാഗം എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ലോ ഇട്ടാലും കുഴപ്പമില്ല എന്ന് പറയുന്നത്. ഇനി അതിന് ശേഷം ഞാൻ ഒരു 5-6 ചുവന്നുള്ളി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞതാണ്. ഇനി അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതായത് നമ്മൾ കറിക്കൊക്കെ ഫ്രൈ ചെയ്യില്ല, അതേപോലെ ഫ്രൈ ചെയ്ത് വെക്കുക. കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഫ്ലെയിം ലോയിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി കൊടുക്കുക. നമ്മൾ മീനിൻ്റെ എല്ലാ സൈഡും ഫ്രൈ ആയതിന് ശേഷം വേണ്ട ഉള്ളി ഇട്ട് കൊടുക്കാൻ. ഇതവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉള്ളി ഒന്നും ഇങ്ങനെ മാറ്റിയിട്ട് കൊടുക്കാം കേട്ടോ. എണ്ണയിൽ നിന്ന് മീനും അതുപോലെ തന്നെ ഈ ഉള്ളി അങ്ങോട്ട് നീക്കിയിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ട നമ്മളിവിടെ മാറ്റി വെച്ച മസാല ഉണ്ടല്ലോ, ആ മസാല ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ലോലന്നെ ഇടുക, ശ്രദ്ധിക്കണം. ആ മസാല കരിഞ്ഞു പോകാൻ പാടില്ല, അപ്പോൾ ടേസ്റ്റ് ഒന്നാകെ മാറും. ലോലന്നെ ഇട്ട് ചെയ്യുക കേട്ടോ, ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ മസാലയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. മീൻ നമ്മൾ നീക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്, മസാല മാത്രമാണ് എണ്ണയിലിട്ട് ഇതാക്കുന്നുള്ളൂ കേട്ടോ. മസാലയൊക്കെ നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മസാല നമുക്ക് ഈ മീനിൽ ഇങ്ങനെ ഇതുപോലെ മേൽഭാഗം ആദ്യം ഇതുപോലെ അങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. ഈ മസാല എടുത്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ആ ഭാഗത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ശേഷം ഉള്ളിയും എല്ലാം കൂടി ഇപ്പോൾ മിക്സ് ആക്കിയിട്ടുണ്ട്. ഉള്ളി മസാല എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അപ്പുറത്തെ സൈഡും നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ടിട്ട് ആ സൈഡിലും നമ്മളിതുപോലെ തന്നെ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ.
ഇതാ മറിച്ചിട്ട് ഇപ്പോൾ ആ സൈഡ് നന്നായിട്ട് നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഭാഗത്ത് മസാല നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കട്ടോ. ഞാൻ ഇപ്പോൾ ഫ്ലെയിം ലോലനിട്ടിരിക്കുന്നത്. ഞാൻ മസാലയൊക്കെ ഒന്ന് ആ മീനിന്മേൽ നന്നായിട്ട് സെറ്റ് ആവണം കേട്ടോ. അതെല്ലാം പിടിക്കുന്ന വരെ 2-3 മിനിറ്റ് വെച്ചാൽ മതി. ഫ്ലെയിമിൽ കുറച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് പറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. 2 മിനിറ്റ് ഇട്ടാൽ മതി. ഇപ്പോൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉള്ളിയും കട്ട് ചെയ്ത് മസാല ഇതുപോലെ കിട്ടും. ഈ മസാല മാത്രം കൂട്ടി നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം. ഇനി മീൻ കഴിക്കണമെന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ ആ ഉള്ളി ഉണ്ടാവും. ആ ഉള്ളി മുരിഞ്ഞതും ആ മസാലയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇതുപോലെ എടുത്ത് ആ ഉള്ളിയുടെ കൂടെ കഴിക്കുമ്പോൾ തന്നെ നല്ല മസാല കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ അയലയോ വലിയ മീൻ ഏതെങ്കിലും കിട്ടുമ്പോൾ മത്തിയിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഏത് മീൻ കിട്ടിയാലും വലുതാണെങ്കിൽ നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫ്ലെയിം കുറച്ചിടാൻ പറയണത്. അപ്പോൾ കിഡിലും ടേസ്റ്റാണ്. ആ മസാല മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും ഫ്ലെയിം ലോയിലിടുക. മസാല കരിഞ്ഞു പോയാൽ ടേസ്റ്റ് ആകെ മാറും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.